ഭീകരവേട്ട. ഒളിവിലായിരുന്ന ലഷ്കർ ഭീകരനെ വധിച്ച് സൈന്യം. ജമ്മു കാശ്മീരിൽ 5 ദിവസമായി ഒളിവിലായിരുന്ന ലഷ്കർ ഇ തോയ്ബ ഭീകരനെ ഏറ്റുമുട്ടലിൽ വധിച്ചു. തെക്കൻ കാശ്മീരിലെ സൈദ്പോര മേഖലയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ഭീകരനെ വധിച്ച ശേഷം ആയുധങ്ങളും വെടിക്കോപ്പുകളും സുരക്ഷാ സേന പിടിച്ചെടുത്തിട്ടുണ്ട്. 5 ദിവസം മുൻപ് പ്രദേശത്തെ ഒരു തോട്ടത്തിൽ നിരീക്ഷണ ക്യാമറകളിൽ 2 ഭീകരരെ കണ്ടതോടെ സുരക്ഷാ സേന നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ലഷ്കർ കമാൻഡർ സാക്കിർ ഗനിയും സഹായി ലത്തീഫ് ഭട്ടും ഈ മേഖലയിൽ ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന പ്രദേശം വളഞ്ഞ് തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ചന്നാപോര മേഖലയിലൂടെ ഇവർ നീങ്ങുന്ന ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെയാണ് ഓപ്പറേഷൻ ആരംഭിച്ച് പ്രദേശം വളഞ്ഞത്. കൊല്ലപ്പെട്ട ഭീകരരെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് സുരക്ഷാ സേന. ജമ്മു കാശ്മീർ പോലീസ്, രാഷ്ട്രീയ റൈഫിൾസ്, CRPF എന്നിവർ സംയുക്തമായാണ് ഭീകരവേട്ട നടത്തിയത്. സുരക്ഷാ സേന ഭീകരർക്ക് അടുത്തേക്കെത്തിയപ്പോൾ ഇരുഭാഗത്തു നിന്നും വെടിവെപ്പുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 8ഓളം ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ ആർമി ഇക്കാര്യം മറച്ചുവെക്കുകയാണ് എന്ന ആരോപണത്തോടെ ഒരു സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. തെളിവെന്നോണം ഒരു ചിത്രം ഉൾപ്പെടെയാണിത്. ഇന്ത്യൻ ദേശീയ പതാക പുതച്ച 5 ശവപ്പെട്ടികൾ നിരത്തി വെച്ചിരിക്കുന്നതായാണ് ചിത്രത്തിൽ. സൈനിക യൂണിഫോമിലുള്ള ഏതാനും പേർ ഇതിന് സമീപത്തായി നിൽക്കുന്നതായും കാണാം. എന്നാൽ ഈ പ്രചാരണം വസ്തുതാ വിരുദ്ധമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ കേരൻ സെക്ടറിൽ സുരക്ഷാ സേന തീവ്രവാദികളുടെ ഒളിത്താവളം തകർത്തിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഇവിടെ നിന്നും വലിയ ആയുധശേഖരം പിടിച്ചെടുത്തതായാണ് കരസേനയുടെ ചിനാർ കോർപ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത്. ഇതല്ലാതെ ഈ അടുത്ത ദിവസങ്ങളിലായി കുപ്വാരയിൽ സൈന്യവും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നതായുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല. അതേസമയം മണിപ്പൂരിലെ ഉഖ്രുലിൽ അസം റൈഫിൾസ് ജവാന്മാരുടെ വാഹന വ്യൂഹം ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിൽ 2 സൈനികർ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ പൂർണ്ണമായും തടയുന്നതിനായി കുപ്വാരയിലും പരിസര പ്രദേശങ്ങളിലും സൈന്യവും പോലീസും നിലവിൽ കടുത്ത ജാഗ്രത തുടരുന്നതായാണ് വിവരങ്ങൾ. ഈ പശ്ചാത്തലത്തിൽ പ്രചരിക്കുന്ന സന്ദേശത്തിൽ പറയുന്നത് പോലെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും അതിൽ 8 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ വലിയ വാർത്തയാകേണ്ടതാണ്. എന്നാൽ ദേശീയ മാധ്യമങ്ങളിലോ കാശ്മീരിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങളിലോ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ ഇല്ല. തുടർന്ന് പ്രചരിക്കുന്ന സന്ദേശത്തിൽ നൽകിയിരിക്കുന്ന ചിത്രം വിശദമായി പരിശോധിച്ചു. അന്വേഷണത്തിൽ ഈ ഫോട്ടോ 13 വർഷങ്ങൾക്ക് മുൻപുള്ളതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പ്രശസ്തമായ അമേരിക്കൻ സ്റ്റോക്ക് മീഡിയ സൈറ്റായ ഷട്ടർ സ്റ്റോക്കിൽ ഇതേ ചിത്രം നൽകിയിട്ടുണ്ട്. 2013 ഓഗസ്റ്റ് 6-ന് പൂഞ്ചിലെ ബ്രിഗേഡ് ആസ്ഥാനത്ത് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാർ കൊലപ്പെടുത്തിയ സൈനികരുടെ മൃതദേഹ പേടകങ്ങൾക്ക് സമീപം ഇന്ത്യൻ സൈനികർ നിൽക്കുന്നു. പൂഞ്ച് ജില്ലയിലെ ചക്കന്ദാബാദ് മേഖലയിൽ നിയന്ത്രണ രേഖ മറികടന്നെത്തിയ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരുടെ ആക്രമണത്തിൽ 5 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. കനത്ത ആയുധങ്ങളേന്തിയ 20ഓളം ഭീകരരും പാക് സൈനിക യൂണിഫോം ധരിച്ചവരും ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി AK ആന്റണി പ്രസ്താവിച്ചിരുന്നു എന്നാണ് ചിത്രത്തിനൊപ്പം നൽകിയിരിക്കുന്ന വിവരണം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമ വാർത്തകളും പരിശോധിച്ചു. NBC ന്യൂസ്, ഹിന്ദുസ്ഥാൻ ടൈംസ് തുടങ്ങിയ മാധ്യമങ്ങൾ 2013 ഓഗസ്റ്റിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 2013 ഓഗസ്റ്റ് 6-ന് പുലർച്ചെ അതിർത്തിയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പട്രോളിംഗ് നടത്തുകയായിരുന്നു 6 അംഗ സൈനിക സംഘത്തിന് നേരെയാണ് ഭീകരരുടെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 5 സൈനികർ വീരമൃത്യു വരിക്കുകയും 1 സൈനികന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രചരിക്കുന്ന സന്ദേശത്തിൽ അവകാശപ്പെടുന്നത് പോലെ കാശ്മീരിലെ കുപ്വാരയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 8 സൈനികർ കൊലപ്പെട്ടതായുള്ള വിവരങ്ങളൊന്നുമില്ല. മാത്രമല്ല 13 വർഷം മുൻപുള്ള ചിത്രമാണ് ഇതിന്റേതെന്ന തരത്തിൽ തെറ്റായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രചാരണം വ്യാജമാണെന്ന് സ്ഥിരീകരിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.